നമ്മളുടെ മകൻ ഹരികൃഷ്ണനാണ്. വിജയം ഹലോ, വെൽക്കം ബാക്ക് ടു ഋതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ താരം എന്ന് പറയുന്നത് നമ്മുടെ പൊള്ളിച്ചാണ്. പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അപ്പോൾ ഈ മഴയത്ത് ഇതുപോലെ നല്ല പൊള്ളിച്ചെടുത്തിട്ട് അതൊരു പിടി ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചാൽ ആഹാ. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ നമ്മുടെ അനിയനാണ്. അപ്പം വീട്ടിലാണ് ഇന്നത്തെ താരം. അപ്പം ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലാണുള്ളത്. അപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ സ്പെഷ്യൽ പൊള്ളിച്ചത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെടുത്തു മാമന്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടോന്നല്ലേ? എന്താ ഇഷ്ടം? എന്ത് ആ കാറൊക്കെ എടുത്തിച്ച് വരണേ. പിന്നെ കളിക്കാൻ തരൂലേ? ഒരു കത്തിയുണ്ടോ? ഞാൻ ഇഞ്ഞരാം. പത്തിരി നോക്കട്ടെ, തുറക്ക്. പത്തിരിയുടെ അപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയാ പൊള്ളിച്ചത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് അത്ര അങ്ങോട്ട് എത്തിയില്ലെങ്കിലും അപ്പൊ കണ്ണ സ്പെഷ്യലായിട്ട് അവന്റെ വകേനെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഇലയിൽ പൊള്ളിച്ചെടുത്ത എന്താ മീൻ, അതെന്താ മീൻ്റെ എനിക്കറിയില്ല, അതെന്താ അച്ഛമായി കൊണ്ടുവന്നതിനെ അറിയില്ല. അപ്പം പൊള്ളിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചു. ടേസ്റ്റ് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഓ കണ്ണ ഓഫ് വെക്കും അറിയുന്നത്. അപ്പം നമ്മൾ ആദ്യം മീനൊക്കെ ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനത്തിനാണ് അവനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാന്ന് പറഞ്ഞതാ, വേണ്ട പറഞ്ഞു. ഫില്ലിങ് അല്ല, കണ്ടിന്യൂ. അപ്പൊ ഇവന് കുക്ക് ചെയ്യുമ്പോ പാട്ട് ആവശ്യമുണ്ട്. പാട്ടില്ലാണ്ട് അവൻ കുക്ക് ചെയ്യൂല. പാട്ട് മെയിനാണ്. പാട്ട് വെക്കാം, പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ട് പാട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. ഋതുസ് വെക്കാം. ഋതുസ് അവിടെ അമ്മൂമ്മനെ സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാമന് പാട്ട് വെച്ചിട്ട് പോവാം. അപ്പോൾ പൊള്ളിച്ചതിന് കോമ്പിനേഷൻ മാത്രമല്ല, കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പത്തിരി കഴിക്കാമല്ലോ. പക്ഷെ ഋത്തൂസിനും കൂടുതൽ ഇഷ്ടം ചോറിനേക്കാളും പത്തിരി കഴിക്കുന്നത്. പത്തിരി പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഋത്തൂസ് തന്നെയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ സഹായിക്കാൻ. റെഡിൽ ഏതൊക്കെയാണുള്ളത്? ആ റെഡാണ് നമ്മൾ 2 വർഷം കളിക്കുക. റെഡിൽ ഏതൊക്കെ എന്താണ്? 6 പണ്ട് 6അല്ലേ ഇനി റെഡ്. നമ്മളതില് എന്താണ് 4ആണ്. കാണിച്ചിട്ടോ നോക്ക് റെഡ് ഏതൊക്കെയാന്ന്. ആ ഋതു പറഞ്ഞ കറക്റ്റ് ആണ്. 4ഉം 1 വീണാലാണ് 2 കളി. ഇവരെല്ലാരും എന്റെ കുട്ടീനെയാണ് കളിയാക്കി. 3, 4, 5 സനി തോറ്റ്. നാല് കളിക്കുക. അതിലല്ല കുളിക്കിടാനൊരു സാധനം ഉണ്ടല്ലോ. അത് കള്ളക്കളിയാണ് മോനെ. മുഖം നോക്കിയ കള്ളക്കളിന്റെ ഉസ്താദാണ്. അതാ ഞാൻ പറഞ്ഞ കള്ളക്കളി കളിക്കണൊക്കെ നമ്മൾ ശ്രദ്ധിക്കണോ. ഇവരൊക്കെ കള്ളക്കളിന്റെ ആൾക്കാരുണ്ട് പറയാ.
കറക്റ്റായിട്ട് കളിക്കുക. കറക്റ്റായി കളിച്ചാൽ കറക്റ്റായി മുകളിൽ കള്ളക്കളി വെച്ചാൽ നമുക്ക് മുകളിൽ ആള് ഇറങ്ങേണ്ടി വരും. 6 കിട്ടിയാൽ ഒന്നുകൂടി ഇല്ല, 4 കിട്ടിയാൽ ഒന്നുകൂടി. 6 റെഡ് ഉണ്ടോ? അതെടുത്തു 3. പപ്പയ്ക്ക് ഒറ്റ ഒന്നും കിട്ടില്ല. പപ്പ തോറ്റു. 6 1 2 3 4 5 6 ഒന്നെങ്കിൽ അയ്യേ അപ്പാനൊക്കെ ഒന്നും കിട്ടില്ലല്ലോ. 1 2 3 6 മാറ്റി പിടിക്കുക. പപ്പയ്ക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടുമോ? 4 5 അങ്ങനെ നമ്മളെ ചോപ്പ് ചെയ്തിട്ടുള്ള ഒണിയൻ ഇതിലേക്ക് ഇട്ടു. നമ്മുടെ ഷെഫിലാരാ? നമ്മുടെ ഷെഫുള്ള നമ്മളുടെ മകൻ ഹരികൃഷ്ണനാണ്. വിജയം ഇടണ്ട. കന്നഡ റീൽ റീലെടുക്കാൻ കന്നഡ തപ്പുന്നു. കിട്ടിയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തേ എന്ത് പറയില്ല. എന്താ എന്താ തരുന്നേ? നമുക്ക് മീൻ പൊള്ളിക്കാനേ നല്ല ഇല കിട്ടണം. ഇലയില് വെച്ചിട്ട് പൊള്ളിക്കാനുള്ള. അച്ഛനറിയോ പൊള്ളിക്കാൻ? ഇതിലുള്ള ആരാ പൊള്ളിക്കണേ? റിത്തുന്റെ ആ പറയുമ്പോലെ റിത്തു എന്നേനി 2000 എന്നേനി ഏത് കൊല്ലേനി? 3 years. റിത്തുവിനേക്കാളും ഹൈറ്റ് വെച്ചില്ലേ നമ്മളെ ജാതിക്കത്തോട്ടം. അതിനപ്പോ കന്നഡ കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വരുവോ കണ്ണോയി? ഓൻ അതിന് മാത്രം വരൂല. ബർത്ത്ഡേക്ക് ശരിക്കും കണ്ണനെ കൊണ്ട് നല്ല കരിമീന് പൊള്ളിക്കായിരുന്നു. സ്പോട്ടില് കരിമീൻ ആയി കഴിഞ്ഞതിന് ശേഷം വന്ന് എന്താണ് കണ്ണന്റെ കുക്കിംഗ് ടേസ്റ്റ് ചെയ്ത് നമ്മളതിന്റെ ഇപ്പൊ ടേസ്റ്റ് ഇല്ലാണ്ടായി പോയതാ അല്ലേ അച്ഛാ? എന്താ ഈ കരിമീൻ പൊറുത്തുണ്ട്. അതപ്പോ നമ്മള് ഫിഷ് മോളി ഫിഷിനെ നമ്മളിതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. നമ്മളെ മണ്ടക്ക് എല്ലാം ഇതാക്കിയതാ, വാട്ടിയതാ, ചെറുതായിട്ട് പൊട്ടിണ്ടല്ലോ. ആദ്യം പൊട്ടിയ ഇവിടെ പഴയതെത്താ പോലെ വെള്ളം ഒഴിക്കുന്നു. ഞാനൊക്കെ പറഞ്ഞു അവൻ്റെ നല്ല എട്ടിയെടുത്ത കമ്പനി അതിൽ വെള്ളം ഒഴിക്കില്ലായിരുന്നു. ഒരു കയറുപടി ഇല്ലേ?
അടുത്ത മൂടിക്കള. എവിടെ എവിടെ എന്തൊക്കെയാ ആയത്? തുറന്നു തുറന്നു പുക വരണം. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാ. ജസ്റ്റ് മറിച്ചിടുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല. മറിച്ച് ഇതാക്കിയതാ. ഇപ്പൊ വെള്ളത്തിൽ തന്നെയാട്ടോ ഉള്ളത്. സൗണ്ട് ഉണ്ടാക്കില്ല. മീൻ മീൻ പൊള്ളിച്ച് മീൻ പൊള്ളിച്ച് എന്താണ് ഹാപ്പി ബർത്ത്ഡേ. അതെ എന്താ പതേ മറ്റേ ചിലയായി പോയിട്ടോ. ഞാൻ പൊക്കി കാണിച്ചിട്ട് കഷ്ണം എടുത്തിട്ട്. കഷ്ണം കഴിച്ചോ? വേണ്ടോ എൻ്റെ മീന്? ടേസ്റ്റ് ഉണ്ടോ സംസാരിക്കാനാവുന്നില്ല. അച്ഛാ എങ്ങനെയുണ്ട് മീന്? മീന് മറ്റേത് ആകണം അല്ലേ? ഏട്ടോ നോക്കിയോ?